ഹരിത ചിന്തകൾ, പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ആകാശവാണി കവരത്തിയുടെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ലക്ഷദ്വീപ് ജനതയുടെ ഭക്ഷണ വിഭവങ്ങളിൽ മുഖ്യമായതാണ് മീനും മീൻ ഉൽപ്പന്നങ്ങളും. മത്സ്യപ്രിയരായ ദ്വീപവാസികൾ പണ്ട് കാലം തൊട്ടേ മത്സ്യവിഭവങ്ങൾ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. അതിൽ ചൂരമത്സ്യം ഉണക്കിയ മാസ് ദ്വീപുകാർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എന്നാൽ ഈ മാസ് ഉൽപ്പാദനത്തിനായി മത്സ്യത്തൊഴിലാളികൾ ഏറെ നാളുകൾ കഠിനാധ്വാനം ചെയ്തു വരുന്നു. മണിക്കൂറോളം ചൂരമത്സ്യം പുഴുങ്ങി പിന്നീട് പുകയിട്ട് 3-4 ദിവസം ഉണക്കിയെടുത്ത ശേഷമാണ് വിൽപ്പനയ്ക്ക് എത്തുന്നത്. പ്രതികൂല കാലാവസ്ഥ ഈ പ്രക്രിയയ്ക്ക് തടസ്സം നേരിടുന്നു. മൺസൂൺ കാലങ്ങളിൽ ശരിയായ വെയിൽ ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ മാസ് ഉൽപ്പാദനം നിലക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇന്നും മാറ്റമില്ലാതെ ഈ പരമ്പരാഗത രീതിയാണ് ദ്വീപിൽ തുടരുന്നത്. വിപണിയിൽ ഏറെ മൂല്യമുള്ള ചൂരമീൻ ഉണക്കിയ മാസിൻ്റെ പുതിയ ഉൽപ്പാദന രീതി മത്സ്യത്തൊഴിലാളികൾ ഇതുവരെ പിന്തുടരുന്നത് കാണുന്നില്ല. എന്നാൽ സാങ്കേതിക വിദ്യ അതിവേഗം കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ നവീന ഉൽപ്പാദന രീതികൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ഗുണനിലവാരമുള്ള ദ്വീപിലെ മാസ് ഉൽപ്പന്നങ്ങൾ ആഗോള വിപണനത്തിലെത്തപ്പെടുമ്പോൾ മത്സ്യമേഖലയിലെ സാമൂഹിക സാമ്പത്തിക തലത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്ന് ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ പരിചയപ്പെടുത്തുന്നത് നൂതന മാസ് ഉൽപ്പാദന രീതിയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ലക്ഷദ്വീപ് കവരത്തി KVKയിലെ ഡോക്ടർ മുഹമ്മദ് ഇഹ്സാൻ. അദ്ദേഹം കണ്ടെത്തിയ പുതിയ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നത് നോക്കാം. അസ്സലാമു അലൈക്കും. ആക്ച്വലി മാസ് മീൻ പ്രോസസ്സ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ, മാസ് മീൻ സെക്ടർ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു മോഡേണൈസേഷൻ ഇതുവരെ നടന്നിട്ടില്ല. ടെക്നോളജി ബേസ്ഡ് മോഡേണൈസേഷൻ ആ മൊത്തത്തിൽ പ്രോസസ്സിൻ്റെത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ സ്മോക്കിങ്ങും ഡ്രൈയിങ്ങും കൺട്രോൾഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരണം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ഫീൽഡ് ലെവലിൽ ഒരു സോളാർ ഡ്രയർ, അത്യാവശ്യം കപ്പാസിറ്റിയുള്ള സോളാർ ഡ്രയർ എക്സ്പെരിമെൻ്റൽ ബേസിസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല റിസൾട്ട് കാണുന്നുണ്ട് ഡ്രൈയിങ് ആണെങ്കിൽ. അത് ആക്ച്വലി പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ ഈ മാസ് മീന് ഒരു നല്ല ക്വാളിറ്റി ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ സ്മോൾ ഇൻ്റർവെൻഷൻസ്, ഇപ്പോൾ കുക്കിങ്ങൊക്കെ നമ്മൾ ഈ സാൾട്ട് വെള്ളത്തിലാണ്, ഉപ്പ് വെള്ളത്തിലാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സോൾട്ട് വെള്ളത്തിൽ കുക്ക് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും, പ്ലസ് ഈ ഫിഷ് നമുക്ക് ലോങ് ടൈമിൽ പ്രിസർവ് ചെയ്ത് വെക്കാൻ സഹായിക്കും. പിന്നെ രണ്ടാമത് വരുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് ചെയ്യുമ്പോൾ സ്മോക്കിലുള്ള ഫിനോളിക്സ് ആണ് ഇത് കൂടുതൽ കാലം കേടുകൂടാതെ വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംഭവം. പ്ലസ് നമുക്ക് ടേസ്റ്റും കിട്ടും, ഒരു സ്മോക്കി ഫ്ലേവർ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്, അപ്പോൾ സ്മോക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇൻ്റർവെൻഷൻസ് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ സ്മോക്ക് ചെയ്യുന്നത് ഔട്ട്സൈഡിലാണ്, ഔട്ട്ഡോറിലാണ് സ്മോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവലുണ്ട്, കോക്കനട്ട് ഹസ്ക്, അത് നമുക്ക് ആക്ച്വലി കുറച്ച് വേസ്റ്റായി പോകുന്നുണ്ട്, എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ട്. സ്മോക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകുന്നുണ്ട്, പ്രോപ്പറായിട്ട് സ്മോക്ക് കിട്ടുന്നില്ല എല്ലാ സൈഡിലേക്കും. അവിടെ ഒരു ഇൻ്റർവെൻഷൻസ് നമ്മൾ നടത്തണം. സ്മോൾ ഇൻ്റർവെൻഷൻസ് ആണ്. കംപ്ലീറ്റ്ലി ഈ ഫിഷ് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഒരു ഗുണം ഫൈനൽ പ്രൊഡക്റ്റിൽ കിട്ടുള്ളൂ. പിന്നെ വരുന്നത് അതെന്ന് വെച്ചാൽ ആ കൺട്രോൾഡ് കണ്ടീഷനിൽ സ്മോക്ക് ചെയ്യണം. പുറത്തിപ്പോൾ നമ്മൾ ഔട്ട്സൈഡിലാണ് സ്മോക്ക് ചെയ്യുന്നത്. ഫ്യൂവൽ കോക്കനട്ട് ഹസ്ക് കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും സ്മോക്ക് ചെയ്തെടുക്കണം നല്ല രീതിയിൽ. ആ ഒരു ക്ലോസ്ഡ് കമ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിലേക്ക് വരണം. അപ്പോൾ നമുക്ക് എഫേർട്ട് കുറയും. പിന്നെ മൂന്നാമത് ഡ്രൈയിങ് ആണ്. ഇപ്പോൾ നമ്മൾ ഡ്രൈ ചെയ്യുന്നത് സൺ ഡ്രൈയിങ് ആണ്. അപ്പോൾ നല്ല കാലാവസ്ഥയിൽ നല്ല വെയിൽ കിട്ടും. ആ സമയത്ത് ചില സമയത്ത് നല്ല വെയിൽ കൂടിയിട്ട് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വെയിലിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ചില സമയത്ത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും, അതിൻ്റെ പുറം മാത്രം ഉണങ്ങിപ്പോവും, അകം ഉണങ്ങില്ല. അപ്പോൾ വളവ് തിരി എല്ലാം വരാൻ ചാൻസ്. ഇനി ഒരു കൺട്രോൾഡ് കണ്ടീഷൻ സോളാർ ഡ്രയർ അല്ല, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡ്രൈ ചെയ്യുമ്പോൾ, ഇൻഡോർ രീതിയിൽ ഡ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ പുറത്തുനിന്നുള്ള ഈച്ചയോ ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിൽ. അപ്പോൾ കുറച്ച് ക്ലീൻ ഹൈജീനിക്കായിരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ സമയം കുറച്ച് കുറഞ്ഞു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
നമുക്ക് ഗുണമേന്മയുള്ള മാസുകളാണ് വിപണനത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഈ പുതിയ പ്രോസസ്സ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മാസുകളെല്ലാം തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ എല്ലാ മാസുകൾക്കും തുല്യമായിട്ടുള്ള ഹീറ്റിംഗ് അതുപോലെ ഉണങ്ങാനുള്ള സാധ്യതകളും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടെക്നോളജി ഈ പറയുന്ന കാര്യങ്ങൾക്ക് എത്രത്തോളം വിജയകരമായി കൊണ്ടുപോകാൻ പറ്റും? ഒരു സാധനം എന്ത് പ്രൊഡക്റ്റ് ആയാലും നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഫിഷ് പിക്കിളാണെങ്കിൽ വേറെ എന്ത് പ്രൊഡക്റ്റ് ആയാലും അത് മാക്സിമം ഹയർ ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാക്കണം. ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലക്ഷദ്വീപിൽ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വീടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വീടും പണ്ടത്തെ ഓലമിഞ്ഞ വീടല്ല ഇപ്പോൾ ഉള്ളത്. വീടിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പാലസ് പോലെയാണ് ചില വീടുകളൊക്കെ. നിങ്ങൾ വീടുകളൊക്കെ വലുതാക്കി നല്ല മോഡേണൈസ് ചെയ്ത് എന്തുകൊണ്ട് നമ്മുടെ ഈ ട്യൂണ അല്ലെങ്കിൽ മാസ് മീൻ അത് മോഡേണൈസ് ചെയ്തിട്ടില്ല, അതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല? എത്ര വർഷമായി? 50s എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അത് മോഡേണൈസ് ആവാത്തത്? അവിടെയാണ് നമ്മൾ വിചാരിച്ചത് നടക്കാത്തൊന്നുമില്ല. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഇത് അറിയാവുന്ന ആൾക്കാരും പിന്നെ ഫീൽഡിൽ ചെയ്യുന്ന ആൾക്കാരും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് കുറക്കണം. കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇതിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് വരും, സാധനം വന്ന ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകും അല്ലേ? ഇപ്പോൾ സാറ് കണ്ടെത്തിയ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സ്, പുതിയ ഒരു ടെക്നോളജി ഫിഷർമാൻമാർക്കിടയിൽ എത്രത്തോളം അവർക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും? ഇത് പുതിയ ടെക്നോളജി എന്ന് ഞാൻ കണ്ടെത്തിയ പുതിയ ടെക്നോളജി ഒന്നുമല്ല. എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ഹൈജീനിക് വേയിൽ ഫിഷ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു മെത്തേഡ്സ് ആണ്. അപ്പം നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്യാനാണ് നോക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ലക്ഷദ്വീപിലെ ഫിഷർമാൻ ആൾക്കാർക്ക് നല്ല ബോധമുള്ള ആൾക്കാരാണ്. എങ്ങനെയാണ് ഫിഷിൻ്റെ ടേസ്റ്റ്, ഫിഷിൻ്റെ ക്വാളിറ്റി ഒക്കെ അറിയാം. പിന്നെ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് തോന്നുന്നത്. അതാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യാത്തത്? ഞാനും കൺഫ്യൂസ്ഡ് ആണ് ആക്ച്വലി. എന്തുകൊണ്ടാണ് ഇവർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാത്തതാണോ, ഇനി മാർക്കറ്റ് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇപ്പോൾ കിട്ടുന്ന പൈസ മതി എന്ന രീതിയിൽ പോകുന്നതാണോ എന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഡിഫറെൻ്റ് ആംഗിളിലൂടെ തിങ്ക് ചെയ്യണം. നമ്മൾ ഇവിടുത്തെ ഒരു സാധനം പുറത്ത് പോകുമ്പോൾ അത് ഹയർ ക്വാളിറ്റി, പ്രൈം ക്വാളിറ്റി തന്നെ പുറത്ത് പോകണം, അങ്ങനെ തന്നെ ആലോചിക്കണം. നമുക്കിപ്പോൾ ഒരു 250 അല്ല 500 രൂപ ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 1000 രൂപ കിട്ടിക്കൂടാ? നിങ്ങൾ ആ രീതിയിൽ ആലോചിക്കണം. ഇത് ബിസിനസ്സാണ്, റിസോഴ്സാണ്, നമ്മുടെ ഇവിടുത്തെ റിസോഴ്സാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലെവൽ തന്നെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ വിപണന രംഗത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മുടെ ദ്വീപിൽ കാണുന്ന ഈ മാസിന് ആഗോളതലത്തിൽ ഉള്ള ഒരു വില ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുതിയ രീതികൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തട്ടെ, അതേപോലെ ഫിഷർമാൻമാരുടെ ഇടയിലേക്കും എത്തട്ടെ, അവർക്ക് സുപരിചിതവുമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കവരത്തി ICAR CMFRA പ്രൊജക്ട് ഫെലോയായി സേവനമനുഷ്ഠിച്ചു വരുന്ന അമിനി ദ്വീപ് സ്വദേശിയായ ഡോക്ടർ ഇഹ്സാൻ മാടപ്പള്ളി. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീനാബി കീള സിറാമ്പി. ഏവർക്കും നന്ദി, നമസ്കാരം. ഹരിത ചിന്തകൾ, പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി.